വെച്ചിട്ട് ഓടി വന്നേക്കണം. അത് ഇതൊക്കെ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു. കാലം ഓക്കെയാണ് നമുക്ക്. ഇവിടെ വന്നവന് പള്ളിച്ചോറ് മസ്റ്റാണ്. ഇന്നിപ്പോ സ്കൂളിലെ ഇതാക്കാറുള്ള കലാപരിപാടികൾ. എന്ത് ചലഞ്ച്? ബോളൊന്നും വരും അറിയില്ലല്ലോ. ആ വിക്സ് മൂക്കുമ്പോ ആവും കുട്ടിയെ. മൂക്കിനും വേണ്ടത് വിക്സ്. കുറച്ച് തേച്ചല്ലേ മുഖത്തെ കൈ നീറും എനിക്ക്. അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ചൂസ് അങ്ങോട്ട് വരും. ഇന്ന് വാപ്പാക്കും അതുപോലെ ഉണ്ണിമോനുക്കും ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഓട്ടോയിലാണ് പെരിന്തൽമണ്ണ പോയത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് വെയർസ് നോക്കാനായിരുന്നു കേട്ടോ. നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ അന്നും തലേ ദിവസവും ഒക്കെ ഇടാനുള്ള ചെരുപ്പുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ മാക്സിലാണ് പോയത്. ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെയുള്ള ചപ്പൽസ് ഈ ഷൂവും എല്ലാം ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനത്തെ പേജൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു പേജ് അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ കാണിച്ചു. പക്ഷെ വെഡ്ഡിങ്ങിനുള്ള ചെരുപ്പ് ഞങ്ങൾക്ക് അപ്പം നന്നായിട്ട് തന്നെ കിട്ടി. ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ തലേ ദിവസം സംഗീതത്തിലൊരു ഷൂ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെരുപ്പിട്ടിട്ട് കാണാൻ ഇങ്ങനെ ഷോ ഉള്ള ഡ്രസ്സൊക്കെ ഇടാം. പക്ഷെ ലെഹങ്കയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ലെഹങ്ക ഒരു ഓവൽ കുറച്ചുകൂടി റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഞാൻ എപ്പോഴും കടയിലുള്ള ചെരുപ്പിലാണ് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ തെരഞ്ഞിരുന്നേ. അത് ഇതുപോലെ സൈസ് കിട്ടാതായപ്പോഴേ ഒന്നും ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്. നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടായിന്. കാലം ഓക്കെയാണോ നമുക്ക്? ഇതങ്ങനെ ഇനി നമുക്ക് റെന്റിന്റെ സാധനങ്ങൾ ശ്രദ്ധിക്കും അല്ലേ? ബാക്കിൽ കൊടുത്തളാ. ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? അത് മാത്രം സമയമായിട്ടില്ല. അത് രാവിലെ തന്നെ എപ്പോഴും പോകണമെന്ന് വിചാരിക്കും. പക്ഷെ എങ്ങനെയായാലും അവിടെ എത്തുമ്പോഴത്തേനും 11 മണിയാവും. പിന്നെ 1-2 ഷോപ്പിൽ പോകുമ്പോഴത്തേനും ഫുഡ് കഴിക്കുന്ന ടൈമാവും. ഇപ്രാവശ്യം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയില്ല കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരും ഫുഡ് കഴിക്കാൻ ഭയങ്കര ബാക്കിലാണ്. എന്ത് വാങ്ങിച്ചാലും അതെല്ലാം ബാക്കി വെക്കും. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് എന്തെങ്കിലും കുഞ്ഞ് സ്നാക്സ് പോലത്തൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ മാർക്കറ്റ് സിറ്റി മോളിലാണ്. അവൾ പറഞ്ഞ പോലെ ഈ ഷോപ്പിങ്ങിലെ ഏറ്റവും രസമുള്ള കാര്യം അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഫുഡ് കഴിക്കലാണ്. പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇടയ്ക്ക് 1-2 തവണ കഴിക്കാറുള്ളതാണ്. ഇപ്രാവശ്യം ആകെ ഇത് മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ. പുയ്യാപ്പിളെ കുറവായിന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റെ പുയ്യാപ്പിളി വരും. അതൊക്കെ ഇപ്പോഴും മറന്നു. അത് നമ്മളെ വിസിലടിച്ചോ ഇങ്ങനെ കാണുമ്പോ കുറച്ചുള്ളൂ. 2 സ്പൂൺ കഴിക്കുമ്പോ മതി. ബ്രെഡിലാണല്ലോ സാധനം. മോജിലിപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയത്. ഇപ്പോൾ എന്നും ഇങ്ങനെ ഒരു ഓട്ടാണ്. ഇനിയിപ്പോൾ ഓട്ടല്ലാത്ത ദിവസമാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. ഫുൾ ടൈം ചാറ്റിങ്. അങ്ങനെ ഫുള്ള് നമുക്ക് കല്യാണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടുള്ള ചർച്ചകളാണ്. സത്യം പറഞ്ഞാൽ കണ്ണടച്ച് ഓർക്കുമ്പോഴത്തേനും ഇതാ ഇപ്പം അതെല്ലാം തീരും കേട്ടോ. അത് കഴിഞ്ഞാൽ ശരിക്കും മിസ് ചെയ്യും. സംഗതി ഇപ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. അല്ലെങ്കിൽ ആ ദിവസം ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ബേജാറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെയൊക്കെ ആവണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനാണ്. പക്ഷേ അപ്പം എന്നാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സങ്കടം വരും. കാരണം ഇത്രയും ദിവസത്തിൻ്റെ പുറകെ നടന്നിട്ട് എല്ലാം അങ്ങോട്ട് മഴ പെയ്ത് തുറന്ന പോലെ എപ്പോഴും കഴിയും. ആകെയുള്ള ആശ്വാസം എപ്പോഴും പറയുന്ന പോലെ വ്ളോഗ് ഉണ്ടല്ലോ എന്നുള്ളതാണ്. കാരണം കല്യാണം മുഴുവൻ അല്ലെങ്കിൽ കല്യാണത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ എല്ലാവരും ഇക്ക വരും, അതുപോലെ ഷെഫി വരും, അവളുടെ സനു വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പിന്നെ ആകെയുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ വ്ളോഗ് കാണാമല്ലോ, അതിൻ്റെ റീൽസ് കാണാമല്ലോ, ഫോട്ടോസ് കാണാം, അതൊക്കെ ഉള്ളൂ. ഇപ്പോൾ അവളുടെ ഡ്രസ്സുകളൊക്കെ ഏകദേശം ഡിസൈൻ ചെയ്യാൻ കൊടുത്തു കേട്ടോ. നമ്മുടെ നിക്കാഹുടെ ആണെങ്കിലും ഹൽദിയുടെയും സംഗീത നൈറ്റിൻ്റെയും ബ്രൈഡൽ ഷവറിൻ്റെ ഒക്കെ. അപ്പം ഈ ഒരു മെഹന്തിയുടെ ഫംഗ്ഷൻ കൂടി നടത്താമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഡ്രസ്സും കൂടി നോക്കുകയാണ് കേട്ടോ.
നല്ലൊരു മൈലാഞ്ചി മൂടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ ചോപ്പാണേനോ രസമുണ്ട്. ഇതൊക്കെ ബാക്കിലോ മിസിന്റെ ഫോണൊന്നും കാണാറില്ല ഗൈസ്. ഇപ്പൊ മിസിറ്റ് നല്ല ഗുഡ് ബോയ് ആണ് അല്ലേ? ഇവനെ ഇടക്കിടക്ക് പപ്പ നിർബന്ധിച്ചോ കുട്ടി കാണാത്ത ഫോൺ. അപ്പൊ ഓടി കളിക്കുമ്പോ പറഞ്ഞു കുറച്ചൊരു ഫോൺ കണ്ടോ നമുക്ക് അല്ലേ? എന്താ മിസിട്ട് പറഞ്ഞു ഞാൻ ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞോ? മിസുട്ടന്റെ ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു കൊടുക്കടാ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പറയും ആരുമില്ല. ഉറപ്പല്ലേ? സിംഗിൾ അഞ്ഞ റോസ് മൂല്യം വരട്ടെ. ഇവനല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഫോൺ സ്റ്റാർ എന്ന് വെട്ടണം. അപ്പൊ ഫോൺ എല്ലാരോടും പറയും. റോസ് മുല്ലനോട് പറയും. പാവപ്പെട്ടൊരു കോട്ടയിലല്ലേ പോവാ. അങ്ങനെ സെഞ്ചി എനിക്ക് ഇഷ്ടം. ക്യാമറ ഉണങ്ങിണ്ടോ പ്രത്യേകിച്ചൊന്നും പറയൂല. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം പരിപാടി പിന്നെ കഴിയില്ലാന്നൊക്കെ. ബ്രൈഡ് ആരും കലിപ്പായിട്ട് ബ്രൈഡിന് പിന്നെ തികയിലില്ല കേട്ടോ. ഞങ്ങൾ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ടല്ലേ നമ്മൾക്ക് എടുക്കാൻ പോണുള്ളൂ. അത് പിന്നെ കുറച്ചധികം. എനിക്ക് കിട്ടിയോ മെനിന്റെ ഡ്രസ്സ് കിട്ടിയോ? ഏകദേശം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ബാക്കി ഈ വരുന്ന ശനിയൊക്കെ എല്ലാ നവാസിന്റെ പേരിലാണ്. അല്ലെങ്കിൽ സാധനം അടിച്ചിട്ടില്ലെങ്കിൽ എന്നെ കുറ്റകരന്ന്. എനിക്ക് കല്യാണം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നടിക്കുമല്ലോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി August 15 ബർത്ത്ഡേ കൂടി ഉണ്ട് കേട്ടോ. കുഞ്ചൂസിൻ്റെയും അതുപോലെ നമ്മൾ അസൂട്ടിൻ്റെയും ബർത്ത്ഡേ ഒരു ദിവസമാണല്ലോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളി ശനി ഞായറായതുകൊണ്ട് ആ വീക്ക് നമുക്ക് വീട്ടിൽ മങ്കട പോവുകയും ചെയ്യാം. ബാക്കി ഇനി അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വേറൊരു ദിവസത്തെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ മേക്കപ്പ് ബ്രഷുകളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതാണ് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങും. ഇന്നലെ രാത്രി കഴുകി തുടച്ച് വെച്ചതാണ്. ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. രാവിലെ ആയപ്പോഴത്തേനൊക്കെ ഉണങ്ങി. ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് മുഖത്ത് പിമ്പിൾസൊക്കെ വരും. അപ്പം ഞാനൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ മേലെ കൊണ്ടേക്കട്ടെ. നമ്മുടെ ഈ മേക്കപ്പ് സ്പഞ്ചൊക്കെ നല്ല ക്ലീൻ ആക്കിട്ടോ. അപ്പോൾ ഇവിടെ വാപ്പത ഇന്ന് കൊറിയർ അയക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ജെമ്മീസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. ഇതിൽ ഹെയർ കെയർ ഓയിൽ ഉണ്ട്, സ്കിൻ കെയർ ഓയിൽ ഉണ്ട്, അതുപോലെ സ്കിൻ കെയർ പൗഡർ ഉണ്ട്. 3 പ്രോഡക്റ്റ്സാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരിതാ താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ആണ്. പിള്ളേർക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ അവരോട് ഇന്ന് പഠിക്കൊക്കെ ആയിരുന്നു. എനിക്കൊന്നൊരു ഫംഗ്ഷന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ നിങ്ങൾക്കൊരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഇങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു മൂഡാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഈവനിങ്ങിലാണ് ഒരു ജ്വല്ലറിയുടെ പ്രൊമോഷൻ, നമ്മൾ കവിത ഗോൾഡിൻ്റെ പ്രൊമോഷൻ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് രാവിലെ തന്നെ കുറച്ച് ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തലേ ദിവസം തന്നെ വേണം നമ്മുടെ സ്കിന്നിൻ്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നുമല്ല, ഹെയർസ് റിമൂവ് ചെയ്യുന്നുണ്ട്, ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനുണ്ട്, ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഈ മറ്റേ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് അധികം വരുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യണം അങ്ങനെയൊക്കെ. ഞാൻ പറയട്ടെ, അങ്ങനെ അധികമായിട്ട് വരുന്നില്ല. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ വരുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഹെയർ ഒക്കെ റിമൂവ് ചെയ്താൽ സ്കിന്ന് ഭയങ്കര ക്ലീൻ ആവൂലേ. അപ്പം നമുക്ക് കഴിയുമ്പോൾ ഇങ്ങനെ കുത്തു വരുമ്പോൾ കുറേ അധികം വന്നു നമുക്കൊരു തോന്നുകയാണ് കേട്ടോ. അധികം ഒന്നും വരില്ല, നമുക്കുള്ള ഹെയർ ഗ്രോത്തിന് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഈ പുറത്തെ ലെയർ മാത്രമല്ലേ കളയണേ. അതുകൊണ്ട് ഇത് നമ്മളെ മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മോയ്സ്ചറൈസർ ആണെങ്കിലും അതുകൊണ്ട് ഇത് ഞാൻ മുഖത്ത് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ അല്ല, നമ്മളെ വാസ്ലൈൻ്റെ ആ ഒരു ഗ്ലൂട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഇത് ബോഡി ലോഷനാണ്. ഞാനിതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുഖത്ത് തേക്കുന്നു മാത്രം. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഒരു മോയ്സ്ചറൈസർ തേച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കണം. ഇങ്ങനെ ഡ്രൈ ആയ ഫേസിലൊന്നും നമ്മൾ ഒരിക്കലും റേസേഴ്സ് യൂസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ബ്രാൻഡിൻ്റെ റേസേഴ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട്. ഇത് കാർമസിയുടെ ആണ്.
വേറെയും പലതരം ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇതിൽ 3 വരുന്ന കാർമസിയുടെ ഒരു ഫേഷ്യൽ റൈസറിൻ്റെ കിറ്റാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. അധികം കാർമസിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ മുഖം ആദ്യം നന്നായിട്ട് നമ്മൾ ഇതാക്കി മോയ്സ്ചറൈസ് ചെയ്തു. ഇനി നമുക്ക് ഇത് എടുക്കുന്ന സമയത്തും ഓപ്പോസിറ്റായിട്ട് എന്തായാലും ആക്കരുത്. നിങ്ങളിപ്പോൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും. ഓപ്പോസിറ്റ് അല്ലാണ്ട് ഒന്നിങ്ങനെ പിടിച്ച് ഈ സൈഡിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കയ്യിലൊരു ടിഷ്യൂ പിടിക്കുന്നത് നല്ലതാണ്. അങ്ങനെയല്ല ഞാനുണ്ടോ ഇവിടെ ഇതുപോലെ ആണോ. എനിക്കൊരു എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് വന്നോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എങ്ങനെയാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. അങ്ങനെ അതിനേക്കാളും കൂടുതലായിട്ട് തിക്കായിട്ട് വന്നു അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു കുഞ്ഞൊരു കുരു പോലെ ഉണ്ട്, അതിന് തട്ടിന് കാര്യം. അപ്പോൾ ഇതാ എൻ്റെ ഫേസിൻ്റെ പരിപാടി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ടൊന്നുണ്ട്, ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കളയാം. നമുക്കൊന്ന് സോഫ്റ്റായി. ഇനി നമുക്ക് എന്താണെന്നറിയാം, മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴും ഈ ഹെയർ ഗ്രോത്ത് ഉള്ളവർക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോഴേ ചില ഫൗണ്ടേഷൻ ഒന്നുകൊണ്ട് ഫ്ലോ ആവില്ല, കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കണ പോലൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മേക്കപ്പ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ഇപ്പോൾ ചെയ്യാം. അപ്പോൾ ഷോർട്സ് ചെക്ക് ചെയ്ത് വയ്ക്കാൻ മതി കേട്ടോ. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് 2-3 ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈവനിങ് ആണ് കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ കൂടെയാണ് പോണത്. ഇന്ന് ഞാനിട്ട ഡ്രസ്സ് ബിനാസ് ഡിസൈൻ്റെ ഡ്രസ്സാണ്. ഈ ഡ്രസ്സിൻ്റെ ഷൂട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതിന് ലേറ്റായി പോയി. ഡ്രസ്സ് സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തിട്ട് അതും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാകും കേട്ടോ. ഒറ്റപ്പാലം കവിതയിലാണ് നമുക്കിന്ന് ഷൂട്ടുള്ളത്. അവിടുത്തെ കുറച്ച് സിംഗപ്പൂർ എന്താ പറയുക ഈ ലെയ്റ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസിൻ്റെ പ്രൊമോഷനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ കളക്ഷനൊക്കെ. ഇത് ഷായിത്താക്കും ഉണ്ടായിരുന്നു. ഷായിത്താക്ക് നെക്സ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി. അവിടെ പിന്നെ നമുക്ക് സുഖമാണ്, കാരണം എല്ലാത്തിനും സ്ക്രിപ്റ്റിനാണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ ആൾക്കാരുണ്ട്. നമുക്ക് ജസ്റ്റ് പോയിട്ടൊന്ന് ആക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാ ഞാൻ ഇട്ടേ മാലൊക്കെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. കുറച്ച് 28 ഗ്രാമോ അങ്ങനെയൊക്കെ ഉള്ളൂ അതിൽ. പക്ഷെ കാണാൻ കുറച്ച് അധികം തോന്നിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ പട്ടാമ്പി കവിത ഗോൾഡിലും ഉണ്ടാവും. ഇതിൻ്റെ റീലും പോസ്റ്റ് ചെയ്തിട്ടില്ല, അതും റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ സ്വർണ്ണമൊക്കെ വാങ്ങിക്കാനുള്ളൊരു എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ അപ്പോൾ കവിത ഗോൾഡിലെ കളക്ഷൻസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 8 മണിയായി. ഉണ്ണിക്കുട്ടനാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി കേട്ടോ. പിന്നെ ഞാൻ ഈ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കാണിക്കുമ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അതിൻ്റെ ഒരു രസം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതാ ദിവസം നമ്മൾ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഒരു രസമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെയും ഒരുവിധം എല്ലാ ഡ്രസ്സും ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ ഒരു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേനും എല്ലാം കയ്യിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡിസൈനർമാരൊക്കെ. എന്നിട്ട് അതെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം. സെപ്റ്റംബർ 1-ാം തീയതി ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഇക്ക വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് മങ്കടേക്ക് പോകണം. അതിൻ്റെ മുന്നേ എല്ലാം പാക്ക് ചെയ്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി കുട്ടികളുടെ ഡ്രസ്സും കൂടി കൊടുക്കാനുണ്ട്, അതും കൂടിയാണ് പണിയുള്ളത്. ഇക്കാണ്ടത് പിന്നെ നവാസാണ്, ബ്രദറാണ് നോക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുകയായിരിക്കും. അങ്ങനെ എന്നാലും എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും 13-ാം തീയതി വരെ ഈ ഒരു ഓട്ടം തന്നെ ആയിരിക്കും. കുഴപ്പമില്ല, നമുക്കൊരു കല്യാണമൊക്കെ ആകുമ്പോൾ അതൊരു രസമാണല്ലോ, ആ ഓട്ടവും അതിൻ്റെ ടെൻഷനും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഉണ്ണിക്കുട്ടൻ പിന്നെ അത്യാവശ്യമൊക്കെ ഫുഡ് കഴിക്കുന്ന ആളായതുകൊണ്ട് കുറച്ചധികം ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു, കാരണം വേസ്റ്റ് ഒന്നും ആക്കില്ല. ഒരുവിധം അവനെ കൊണ്ട് പറ്റുന്ന എല്ലാം കഴിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴും കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മളുടെ വാണിയംകുളത്തുള്ള കിസ്മിസാണ് കേട്ടോ, എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അത് ഈ ചട്ടിച്ചോറ് നല്ല പള്ളിച്ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി മടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.